അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനീ മിൻ നാർ വഖലഖ്തഹു മിൻ ത്വയ്ൻ. സഹോദരങ്ങളെ, നമ്മളൊക്കെ എന്തെന്തു പറഞ്ഞാലും എന്തോ ഒരു ഭയം നമ്മുടെ എല്ലാവരുടെയും മനസ്സിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. എത്ര തന്നെ നമ്മൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ സൗകര്യങ്ങളെ സുരക്ഷിതമാക്കിയാലും മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്നൊരു ഭയത്തെ ഇല്ലാതാക്കാൻ നമ്മളെക്കൊണ്ട് കഴിയില്ലെന്നതാണ് വസ്തുത. ഞാനത് വെറുതെ പറയല്ല. സത്യത്തിൽ നമ്മളൊക്കെ ധൃതി പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് എല്ലാം ഉണ്ടായിട്ടും ഇതൊന്നും ആസ്വദിക്കുന്ന നിമിഷങ്ങൾ എത്രയുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഉറക്കം ഒരു ആസ്വാദനമല്ലേ? ഒരു സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഒന്നും ഉറങ്ങണുണ്ടോ? നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ആസ്വാദകരമായ ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ സ്വസ്ഥമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വിലപിടിപ്പുള്ള നമ്മുടെ കാറിൽ യാത്ര എന്തൊരു ആസ്വാദകരമാണ്. പക്ഷെ എന്തൊക്കെയോ ചിന്തിച്ച് ടെൻഷൻ അടിച്ചാണ് നമ്മുടെ വാഹനേറ്റ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്ര കാലം ജീവിച്ചിട്ടും നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് എന്ത്? നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കുവാനും സമാധാനം ലഭിക്കുവാനുമുള്ള പരിഹാര മാർഗം നമ്മുടെ ഈ ഓട്ടമല്ല എന്നറിയാത്ത ആരാണുള്ളത്? എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ടോ നമുക്കതിലൊരു തിരുത്ത് സാധ്യമാകുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ വസ്തുത എന്നതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഭക്ഷണം കിട്ടാത്ത ഒരാൾ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അയാളുടെ ഭക്ഷണം അയാൾ ആസ്വദിക്കുന്നുണ്ടായിരിക്കണം. അയാൾക്ക് ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അയാൾ ഭക്ഷണം ആസ്വദിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ വിശക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ സമയം നിർണയിച്ച് ഭക്ഷണം കഴിക്കണതുകൊണ്ട് വിശപ്പ് കൊണ്ട് ഭക്ഷണം ആസ്വദിക്കുക എന്നുള്ളത് പോലെ ചിലപ്പോൾ നമുക്ക് ജീവിതം കൊണ്ട് സാധ്യമാകാത്തൊരു കാര്യമാണ്. ഞാൻ ആലോചിക്കാൻ വേണ്ടി മാത്രം പറയാണ്, വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ ഒന്നും പറയല്ല. നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് ഉണർന്നു ചിന്തിക്കണമെന്ന് പറയാനാണ് ഞാൻ ഇത്രയും ഈ ഒരു ആമുഖം ഇങ്ങനെ പറഞ്ഞത്. അപ്പം എന്താണ് പരിഹരിക്കാൻ പറ്റാത്തൊരു പേടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരിക്കും. അതന്നെയല്ലേ ഏറ്റവും വലിയ പേടിയാണ്. നമ്മൾ മരിക്കൂലേ? അപ്പോൾ മരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു യാഥാർത്ഥ്യബോധം, അത് ഭയപ്പെടുത്താത്ത ആരും ഇല്ല. നമ്മൾ വയസ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പേടിയാവും. നമ്മുടെ ആയുസ്സിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. എനിക്ക് എത്ര വയസ്സായി? 30 വയസ്സായി, 40 വയസ്സായി, 50 വയസ്സായി എന്നിങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു 70നോടോ 80നോടോ ഒക്കെ ഇങ്ങനെ ചേർത്തിട്ടാ ഇനി 10 കൊല്ലം, ഇനി 20 കൊല്ലം എന്ന് നമ്മുടെ മനസ്സ് പറയുന്നതിന് നമുക്ക് ആർക്കും എന്തെങ്കിലും നിയന്ത്രിക്കാൻ പറ്റില്ല. അത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ മരണം എന്നതിനെ ഒന്ന് യാഥാർത്ഥ്യമായി കാണാൻ മനസ്സിൽ ശ്രമിച്ചാൽ എന്ത് സമാധാനം, എന്ത് സ്വസ്ഥതയാണ് ഇവിടെ കിട്ടുക എന്നൊരു വേള നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചും ഒരു സമയത്തെക്കുറിച്ചുമാണ് യഥാർത്ഥത്തിൽ മരണമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ പോവുകയാണ്, മണ്ണിലേക്ക് ഇറങ്ങി കിടക്കുകയാണ്, എല്ലാ സൗകര്യങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും. ഇതൊന്നും ഭയപ്പെടുത്താൻ പറയല്ല, ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഏത് നിമിഷവും നമ്മളിലേക്ക് വന്നെത്താവുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അത് ഉൾക്കൊള്ളാതിരിക്കാനോ ആ വഴിക്ക് പോവാതിരിക്കാനോ പറ്റൂല. കാരണം നമ്മളിപ്പോൾ ഈ ടൗണിലോ അല്ലെങ്കിൽ പരിചയക്കാരിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ സത്യത്തിൽ നമുക്കൊരു 100 വയസ്സോ 110 വയസ്സോ എന്നുള്ള ഒരാളിവിടെ ഒന്നും കാണാൻ പറ്റണില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും ഇങ്ങനെ പോകും. ആ സമയം എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോയിക്കൊണ്ടിരിക്കും. നമ്മളറിയാതെ തലമുറകൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്? നമ്മളിന്ന് വിട്ടുപിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരേ ഏജ് ഉണ്ടായിരുന്ന എത്രയോ കാരണവന്മാർ നമ്മൾ അവരുടെ മയ്യത്ത് നമസ്കരിച്ച് അവരെ നമ്മൾ യാത്രയാക്കി കളഞ്ഞു. ആ ഒരു സമയത്തിലേക്ക് നമ്മൾ പതുക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ എങ്ങനെ സമാധാനിക്കാൻ ശ്രമിച്ചാലും എന്ത് ചെയ്യുക? നമുക്ക് എങ്ങനെ സമാധാനിക്കാൻ പറ്റുക? നമുക്ക് തിരിച്ചു പോകണം. അതിനൊരു ഉത്തരം മനസ്സിന് കൊടുക്കാൻ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ തന്നെ സമാധാനം കിട്ടും.
അല്ലാതെ വെറുതെ തൽക്കാലമൊക്കെ മറക്കാൻ ശ്രമിക്കുക, അതൊക്കെ ഓർക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ ഒരു ഖുർആൻ ക്ലാസ്സിന് പോയാൽ അതൊക്കെ ഓർമ്മ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് നിരന്തരമായി നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളും ഇത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. സഹോദരങ്ങൾ, അതിൻ്റെ ഒരു ഉത്തരമുണ്ട്. സത്യം പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഭൗതികമായി ചിന്തിക്കുമ്പോൾ എന്താണ്, ജീവിതത്തിൻ്റെ സൗകര്യങ്ങളിൽ നിന്നും സുരക്ഷ്യത്തിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ് ഭൗതികമായി ചിന്തിക്കും, അല്ലേ? അടുത്ത നിമിഷങ്ങൾ നമ്മുടെ വയസ്സ് കൂടുകയാണ്, സമയം നഷ്ടപ്പെടുകയാണ്, ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി വരികയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ പരലോകം എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഞാൻ പറഞ്ഞു, പരലോകം യാഥാർത്ഥ്യമാണ് എന്ന് ഉൾക്കൊള്ളാത്ത ആരെങ്കിലും എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടാവും? ആരും കേൾക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിനൊരു തീരുമാനമാക്കുക എന്നുള്ളൊരു പ്രധാനമാണ്. ഇത് ഉണ്ട് എന്നാണ് നമ്മുടെ ഉറപ്പെങ്കിൽ നമ്മൾ ആ ഉറപ്പോടുകൂടെ തന്നെ ജീവിക്കണം എന്നാണ്. അതൊരു സംശയത്തിൽ ജീവിച്ചാൽ നമുക്ക് അതിനൊരു ഫലം ഉണ്ടാവില്ല എന്നല്ല. വബിൽ-ആഖിറത്തിഹും യൂഖിനൂൻ എന്നാണ്. ഉറച്ച് തന്നെ നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ഉറച്ച് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ആഗ്രഹവും ഒക്കെ പരലോകത്തുള്ള ഒരു സ്വർഗ്ഗമാണെങ്കിൽ നമുക്ക് ആയുസ് കൂടുമ്പോൾ സന്തോഷം ഉണ്ടാകുക. നമുക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ എന്തെല്ലാം വിഷമമുള്ള കാര്യങ്ങളുണ്ടോ അതൊക്കെ പോസിറ്റീവായിട്ട് വരും, അതൊക്കെ പോസിറ്റീവാകും. നമ്മൾ എന്തെല്ലാം ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ നമ്മൾ സന്തോഷിപ്പിക്കും. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾക്ക് രോഗമുണ്ടോ? ഒരു മാരകമായ രോഗത്തിന് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത മരുന്ന് നിരന്തരം കഴിക്കേണ്ടി വരുന്നുണ്ടോ? എങ്കിൽ ആലോചിക്കും നിങ്ങൾ, അത് പോസിറ്റീവാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ അനുഭവിക്കുന്ന ഒരു ചെറിയ പ്രയാസം നമുക്ക് എന്ത് ചെയ്യും? പരലോകത്ത് ഗുണം കിട്ടും. അപ്പോൾ വാർദ്ധക്യമായ ഒരാൾക്ക് ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണില്ല, അസുഖങ്ങൾ അയാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു, അയാൾക്ക് നടക്കാൻ പറ്റുന്നില്ല, ഒരു കോടി കയറാൻ പറ്റണില്ല, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ സ്വയം നിർവഹിക്കാൻ പറ്റണില്ല. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് കൂലി കൂടുകയാണ്. അയാൾ ആഗ്രഹിക്കുന്ന പരലോകത്തേക്ക് അയാൾക്ക് സാഹചര്യങ്ങൾ അനുകൂലമായി വരികയാണ് ചെയ്യണത് ഏത് കാര്യത്തിലും. പിന്നെ വയസ്സാവും, മരിക്കുന്നല്ലേ. മരണം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാൻ എന്താ തടസ്സം? ആയത്തുൽ കുർസീനെ പറ്റി പറഞ്ഞില്ലേ? ആയത്തുൽ കുർസി നിങ്ങൾ എല്ലാ നിസ്കാര ശേഷം ഓതുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നതാണ്. അപ്പോൾ സ്വർഗത്തിൽ പോകാൻ ആകെ ഒരു തടസ്സമുള്ളൂ, എന്താ? മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആയത്തുൽ കുർസീനെ പറ്റി മരിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്വർഗത്തിൽ പോകാൻ തടസ്സം. അപ്പോൾ സ്വർഗത്തിൽ പോകാനുള്ള തടസ്സം നീങ്ങാണ് മരിക്കുക എന്ന് പറഞ്ഞാൽ. ഇതിനെ ബേജാറായി ഇരിക്കണേ നമ്മൾ. മരിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാനുള്ള നമ്മുടെ തടസ്സം നീങ്ങാണ്. അല്ലാതെ സ്വർഗത്തിൽ പോകാൻ പറ്റും നമുക്ക്? സ്വർഗത്തിൽ ഉണ്ട് നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ മരിച്ചാലേ നമ്മൾ സ്വർഗത്തിൽ പോവുകയുള്ളൂ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരമാണ് യഥാർത്ഥത്തിൽ സ്വർഗമെന്ന് പറഞ്ഞാൽ. അത് വെറുതെ പറയല്ല, അത് ഉറച്ച് വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഓരോ സമയത്തും അവൻ എന്താലോചിക്കുമ്പോൾ അവന് സന്തോഷം ഉണ്ടാവുക എന്നാണ്. ഇവിടെ നിന്ന് പിന്നെ നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കോൺഫറൻസ് നടന്നിരുന്നു ഇവിടെ. അപ്പോൾ എൻ്റെ വൈഫൊക്കെ എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ പല വീടുകളിലും പോയിട്ട് ആളുകളെ ക്ഷണിക്കാനൊക്കെ പോയി. അപ്പോൾ ഒരു ദിവസം ക്ഷണിക്കാൻ പോയി എന്ത് ചെയ്യാണ്, തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അവർ പറഞ്ഞു ഏത് വീട്ടിൽ കയറിയാലും അവിടെ കുട്ടികളില്ല, മക്കളില്ല, മരുക്കളില്ല, ആരുമില്ല. അവരിങ്ങനെ പ്രായമായ ആൾക്കാർ, പ്രായം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ജീവിതത്തിൽ അങ്ങനെ കടപ്പിലായ ആൾക്കാരൊന്നുമില്ല, അവരിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എന്തേ സംഭവിച്ചു എന്നാണ്. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനത്തെ സ്കോഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുന്നേ പോയിരുന്നു. പക്ഷെ കുറച്ച് കാലമായിട്ട് മുമ്പ് അന്ന് പോയപ്പോൾ പറയാത്തൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ നമ്മുടെ വീടുകൾ ഒറ്റപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ പണ്ടെന്താ പറയുക, വീട്ടിൽ നിന്ന് തന്നെ പോയാൽ മതി. ഇപ്പോൾ പഠിക്കാൻ വീട്ടിൽ നിന്ന് പോയാൽ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് അവർ വലിയ ഭാര്യയും കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരു പോവുള്ളൂ എന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ല, എല്ലാവരും പോവുകയാണ്. ഇപ്പോൾ എനിക്കറിയാം ഒരു വീട്ടിലെ കുട്ടികൾക്ക് എന്താ പ്രായം, കുട്ടികളുടെ പ്രായം ഒരു കുട്ടിക്ക് 15 വയസ്സ്, ഒരു കുട്ടിക്ക് 19 വയസ്സ്, ഒരു കുട്ടി ഏകദേശം ഒരു 22 വയസ്സ് എടുക്കുന്നു. ഒരു 3 ആൾ വീട്ടിലില്ല. അവരെന്താ പഠിക്കാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ എത്രയോ നേരത്ത് നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ പഠിക്കാൻ പോയിട്ട് അവർ തിരിച്ചു വരുന്നത് ഇപ്പം എന്തിനാ? നമ്മളടുത്ത് ഇങ്ങനെ താമസിക്കാൻ വേണ്ടിയാണ് തിരിച്ചു വരുന്നത്. അവർക്ക് തിരിച്ചു വരില്ല. തിരിച്ചു വന്നാൽ അവർ പഠിച്ചു വെറുതെ പോകും. അവിടെ ആ പഠിച്ച കാര്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യണം അറിയുങ്ങൾ, പോകണം. അവർ നമ്മളെ വിട്ട് പോകണം. ഇനി അവർക്ക് കിട്ടേണ്ട ജോലി എന്താ അറിയുങ്ങൾ, ഒരു ലീവ് പോലും കിട്ടാത്ത ജോലിയാണ് അവർക്ക് കിട്ടേണ്ടത്. ആണ് നമ്മളെ ആഗ്രഹം. മനസ്സിലായി? അത്ര തിരക്കുള്ള, അത്രയും അധികം ശമ്പളമുള്ള, വരുമാനമുള്ള, ഓഫീസിൽ നിന്നും ജോലിയിൽ നിന്നും ഒരു സെക്കൻഡ് സമയം മാറി നിൽക്കാൻ പറ്റാത്തൊരു തിരക്കാണ് അവർക്കൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ. കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളത് ഓരോ നിമിഷങ്ങളെയും
ആസ്വാദകരമാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ മോളെ ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി എൻ്റെ മോളോട് പറഞ്ഞു, ഭയങ്കര ടെൻഷനാണ്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവളുടെ ഫോണിൽ നിന്ന് ഈ രാവിലെ ചെല്ലുന്ന ദിക്റിൻ്റെ ഒരു PDF, ദിക്റിൻ്റെ രാവിലെ ചെയ്യുന്ന അദ്കാർ സ്വബാഹിൻ്റെ ഒരു PDF അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊരു കാര്യം ചെയ്യും, നാളെ സുബഹി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ഇതൊന്ന് ചെല്ല് എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ ഇത്ര ഒരു നിസ്സാര കാര്യമല്ലേ എന്നാണ്. എന്നിട്ട് അവൾ എൻ്റെ മോൾ ഇന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ 2 ദിവസമായിട്ട് അവൾ ചെല്ലുന്നുണ്ട്. അവൾ എന്നോട് പറഞ്ഞത്, സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു വലിയ ഭാരം ഞാൻ അറിയാതെ എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ ആസ്വദിക്കണം, ആഹ്ലാദിക്കണം എന്നൊക്കെ പറയുമ്പോൾ മക്കളെയും കുട്ടികളെയും കുറിച്ചൊരു ഔട്ടിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഗൾഫിലുള്ള മോൻ്റെ അടുത്തേക്കുള്ള ഒരു യാത്രയായിരിക്കും, അതല്ലെങ്കിൽ ഒരു റിസോർട്ടിലെ 2 ദിവസത്തെ റെസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ പലതല്ലേ നമുക്ക് ഓർമ്മ വരിക. നമ്മൾ മനസ്സിലേക്ക് ഓർമ്മ വരുമോ, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒരു മെഡിറ്റേഷൻ എന്തെങ്കിലുമൊക്കെ അവിടെ അങ്ങനെ ഒന്ന് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ഒരു 100 വട്ടം ചെല്ല, അതേപോലെ തന്നെ ആയത്തുൽ കുർസി ഓത. നമ്മൾ ആരെങ്കിലും ആലോചിച്ചു, സുഹൃത്തുക്കൾ നാളെ ഒന്ന് പോയി പരീക്ഷിച്ച് നോക്കി. ഞങ്ങൾ ചൊല്ലാത്തവരാന്നല്ലട്ട് പറഞ്ഞത്, അതിനൊരു ആസ്വാദനമുണ്ട്. അത് മറ്റൊരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു ആത്മസംതൃപ്തി അതിനുണ്ട്. ചെറിയ കാര്യമല്ല ഞാൻ പറയണത്. ഇനി വെറുതെ നിങ്ങളൊക്കെ രാത്രി നിസ്കരിക്കുന്ന ആൾക്കാരായിരിക്കും. രാത്രി ആ സുബഹിൻ്റെ മുമ്പ് ഒരു 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ ശരിക്കും നമ്മളൊന്ന് ഫ്രഷായി ബാത്റൂമിലൊക്കെ പോയി എല്ലാ സംഗതി ഒഴിവാക്കി ഒന്ന് ശരീരത്തെയും മനസ്സിനെയും ഒന്നുകൊണ്ട് ഫ്രീ ആക്കിയിട്ട് വേറൊന്നും ചിന്തിക്കാതെ ഒന്ന് ഇരുന്ന് നോക്കുന്നു. ആ ഒരു നിസ്കാരവും ആ ഖുർആൻ പാരായണവും കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു ആസ്വാദനം ജീവിതത്തിൽ വരാനുണ്ട്. ഞാനിതെന്തിനാണ് ഉദാഹരണം പറഞ്ഞത്, നിങ്ങൾ നമ്മൾ ദീൻ എന്ന് പറയുന്ന എന്തും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് വരുന്ന ഏത് മാർഗനിർദ്ദേശങ്ങളിലും നമുക്ക് ഭൗതിക ജീവിതത്തിൽ ഒന്നിനും കാണാൻ പറ്റാത്ത വാക്കുകൾക്ക് അതീതമായ ഒരു ആസ്വാദനമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് ആസ്വദിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ജീവിതത്തിലെല്ലാം പരീക്ഷിച്ച ആൾക്കാരാണ് നമ്മൾ ഇനി പരീക്ഷിക്കണം ഓരോന്നിലും. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു തഫ്സീറിൽ ഞാനൊരു സൂറത്തിൻ്റെ വ്യാഖ്യാനം വായിച്ചപ്പോൾ അതിൽ വായിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവാചകനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എവിടെയെങ്കിലും നമുക്കൊരു നല്ല അനുഭവം ഉണ്ടാകണമെങ്കിൽ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഗൈഡൻസ് എന്നേ കിട്ടുള്ളൂ. അതിനാണ് ഹുദ എന്ന് പറയാം. ഹുദ എന്ന് പറഞ്ഞാൽ ഗൈഡൻസാണ്, സന്മാർഗം, മാർഗദർശനം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നൊക്കെ പറയുമ്പോൾ അതാണ്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ചിന്തിച്ചുണ്ടാക്കിയിട്ടില്ലാത്ത, നമ്മുടെ ബുദ്ധിയിൽ നിന്ന് വന്നിട്ടില്ലാത്ത, തികച്ചും ദൈവികമായി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്ന എന്തെങ്കിലും ഒരു ടെക്സ്റ്റ്, എന്തെങ്കിലും ഒരാശയം നമുക്ക് നൽകുന്ന അനുഭൂതിയും ആസ്വാദനവും അത് വല്ലാത്തൊരു കാര്യമാണെന്നാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ വെച്ചാൽ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, ബർക്കത്ത് നിറഞ്ഞൊരു ഗ്രന്ഥം നിനക്കു ഞാൻ ഇറക്കിയിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതൻ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മുബാറക്, ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ അനുഗ്രഹിക്കണേ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയണതല്ലേ. ബർക്കത്ത് എല്ലാറ്റിലും ബർക്കത്ത് വേണമെന്നാണ്. ബർക്കത്ത് വേണ്ടാത്ത ഒരു കാര്യമല്ല. നിങ്ങൾ രാവിലെ വാഹനം എടുത്തിറങ്ങും ബർക്കത്ത്, വ്യായാമത്തിന് വേണ്ടി നടക്കാൻ ഇറങ്ങുമ്പോഴേ ബർക്കത്ത് വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് കാല് സ്ലിപ്പായാൽ ഒരു 4 മാസം കിടക്കേണ്ടി വരും. നമ്മൾ ഒരു ബർക്കത്തില്ലാതെ ഒരു കാര്യവും നടക്കൂല. നമ്മൾ മനസ്സിലായി. ഒന്ന് പല്ല് തേക്കുമ്പോൾ പോലും ഒരു ബർക്കത്തില്ലെങ്കിൽ ഒരു പക്ഷേ എന്തായിരിക്കും എന്നറിയോ, ചെറിയൊരു വേദനയോടുകൂടി ഒരു വേദന അനുഭവിച്ചിട്ടേക്കാരം നമ്മൾ ബ്രഷ് വായിന്നെടുക്കുന്നുണ്ടായിരിക്കും. ഒരു നിസ്സാരമായ കാര്യത്തിൽ പോലും നമുക്ക് ഒരു ഗുണമോ ദോഷമോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ ബർക്കത്ത് പറഞ്ഞാൽ, അപ്പോൾ ഖുർആൻ ബർക്കത്താണെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനുമായുള്ള എന്ത് ബന്ധവും മനുഷ്യന് അനുഗ്രഹവും ആസ്വാദനവും നൽകുന്നതാണ്. അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾ എന്നും 2 പേജ് ഓതൽ, എന്നാൽ 4 പേജ് ഓതി വയ്ക്കും. എന്നാൽ ആ 2 പേജ് ഓതുന്ന ദിവസത്തെക്കാളും നിങ്ങൾ അനുഗ്രഹീതരായിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര സൂറത്തിൻ്റെ അർത്ഥം അറിയാം? എന്നാൽ നിങ്ങളൊരു 2 സൂറത്തിൻ്റെ അർത്ഥം കൂടി പഠിക്കും. എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അനുഗ്രഹം ജീവിതത്തിൽ കിട്ടുന്നതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന ഈ ഹുദ, ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എൻ്റെ അടുക്കൽ നിന്നുള്ള ഈ സന്മാർഗം നിങ്ങൾക്ക് വന്നു കിട്ടി, നിങ്ങൾ അതിനെ പിൻപറ്റിയാൽ നിങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല, നിങ്ങൾക്കൊന്നും ദുഃഖിക്കാനില്ല. അത്രമാത്രം സമാധാനവും സമാശ്വാസവും നമുക്ക് നൽകുന്നതാണ്
യഥാർത്ഥത്തിൽ ഈ ഖുർആൻ്റെ ആശയങ്ങളും ദീനായിക്കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എല്ലാ നിലക്കും ജീവിതത്തിൽ എന്തെല്ലാം നെഗറ്റീവുകളുണ്ടോ അതൊന്നുമില്ലാത്തൊരു ഇടമായിട്ടാണ് സ്വർഗത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ ഓതുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പരിഭാഷ മുന്നിൽ വെച്ചിട്ടും അതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഓതുമ്പോഴേ ആ സ്വർഗത്തെക്കുറിച്ച് വരുന്ന ആയത്തുകളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് നിങ്ങൾ നോക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആലോചന വരുമ്പോൾ എന്തൊക്കെ നമ്മളെ വിഷമിപ്പിക്കുന്ന ചിന്തകളുണ്ടോ അത്തരം എല്ലാ ചിന്തകളും അങ്ങനത്തെ എല്ലാ അസ്വസ്ഥതകളും ഇല്ല എന്നുള്ളതാണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പലപ്പോഴും പറയുന്ന വാക്കാണ് സലാം. സലാമുൻ അലൈക്കും തിബുത്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. ദാ നിങ്ങൾക്ക് സലാം, സമാധാനം, കേറിക്കോളി, ഇനി ഇറങ്ങേണ്ടി വരൂല എന്നാണ്. ഇല്ലാ കൈലൻ സലാമൻ സലാമ. സ്വർഗത്തിലുള്ളവർ പരസ്പരം ആശംസകൾ നേരുന്നത് സലാം എന്ന വാക്കുകൊണ്ടാണ് ഉണ്ടാകുന്നത്. വിശുദ്ധ ഖുർആനെ അല്ലാഹു സ്വർഗത്തിനെ വിളിച്ചത് തന്നെ വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദീ മയശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു നിങ്ങളെ സമാധാനത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നു എന്നാണ്. സ്വർഗത്തിന് അല്ലാഹുവിട്ട പേര് സമാധാനത്തിൻ്റെ ഭവനം എന്നാണ്. അപ്പോൾ ആലോചിച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ സമാധാനം കളയാണ് ചെയ്യുന്നത്. ആ സമാധാനം കളയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നുമില്ലാത്ത ഒരിടമാണ് സുഹൃത്തുക്കളെ സ്വർഗം. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ആ സ്വർഗം അഥവാ കിട്ടാതെ പോയാൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, എന്തായിരിക്കും അവസ്ഥ? ഒരു ജോലി പോണിനെ കുറിച്ച്, ഒരു സ്ട്രോക്ക് വരുന്നതിനെ കുറിച്ച്, നമ്മുടെ ഈ നടന്നു പോകാനുള്ള നമ്മുടെ ശേഷി നഷ്ടപ്പെടുന്നതിനെ കുറിച്ച്, അല്ലേ, നമ്മുടെ ഒരു മക്കൾ മരിച്ചു പോകുന്നതിനെ കുറിച്ച്, എന്തിനെക്കുറിച്ചൊക്കെ നമ്മൾ പേടിക്കുന്നുണ്ട്. സ്വർഗം മിസ്സാകുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പ്രവാചകന്മാർ പോലും ആലോചിച്ചിട്ടുണ്ട്. ഒരു സ്വർഗം ഉറപ്പുള്ള ആൾക്കാരാണ്. എന്നെ സ്വർഗത്തിൻ്റെ അനന്തരാവകാശികളിൽ പെടുത്തണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മിൻ വറസത്തി ജന്നത്തിനായി, സ്വർഗത്തിൻ്റെ അനന്തരാവകാശികളിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും. സഹോദരങ്ങളെ, രണ്ടാമത്തെ ഒരു ജീവിതം അവിടെ ഇല്ല, സ്വർഗവും നരകവും അല്ലാതെ. നാം ഗൗരവത്തിൽ ചിന്തിക്കണം. ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ നേടേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഉത്ബോധിപ്പിക്കപ്പെട്ടിട്ടും നരകത്തിൻ്റെ തീഷ്ണതയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ തന്നെ വിചാരിക്കുന്ന ഒരു ഗൗരവത്തിലേക്ക് നമ്മൾ വരാത്തത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു പക്ഷേ ഒന്ന് ഗൗരവമായി ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കണം നരകത്തിൽപ്പെട്ട ആളുകളുടെ നിലവിളി അള്ളാഹു പറയുന്നുണ്ട്. നരകത്ത് കിടക്കണോ നിലവിളിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വഹും യസ്തരിഖൂന ഫീഹാ, അവരതിൽ ആർത്ത് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് അവർ പറയുന്നത്? റബ്ബന അഖ്രിജ്ന, റബ്ബേ ഒന്ന് പുറത്തെടുക്കണം, ഈ നരകത്ത് ഞങ്ങളെ പുറത്തെടുക്കണം എന്നാണ്. പ്രതീക്ഷകളില്ലാത്തൊരു ലോകമാണ് നരകം. കുല്ലമ ഹബത്ത് സിദ്നാഹും സഈറ. അവരെന്താണ്, നരകത്തിൻ്റെ ജ്വാലകൾ അടങ്ങുമ്പോൾ നമ്മൾ അടങ്ങാന്ന് വിചാരിക്കും. പക്ഷെ അത് അടുത്ത പ്രാവശ്യം അത് ജ്വലിക്കുമ്പോൾ നേരത്തെത്തിയതിനേക്കാളും ശക്തമായിരിക്കും അതിൻ്റെ ജ്വാലകൾ എന്നാണ്. അതായിരിക്കും. പ്രതീക്ഷകളൊന്നും നരകത്തിലില്ല എന്നുള്ളതാണ്. ശാശ്വതമാണ് നരകത്തിൻ്റെ ജീവിതം എന്നവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് അവിടുന്ന് അവർ നിലവിളിക്കും റബ്ബന ആഖ്രിജ്ന, ഒന്ന് പുറത്തെടുക്കണം. പുറത്തെടുക്കാൻ ശ്രമിച്ചാൽ എന്താ? കുല്ലമ അറാദു അൻ യഖ്റുജു മിൻക ഉഈദു ഫീക, തിരിച്ചിങ്ങനെ കൊണ്ടുവരും. ഓടാൻ ശ്രമിക്കും. വഹും യസ്തരിഖൂന ഫീഹ, അവരെന്ത് ചെയ്യും? അവിടെ വെച്ചുകൊണ്ട് അവർ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട വാക്കല്ലേ. ഇതുവരെ ജീവിക്കാത്തൊരു ജീവിതം ഞങ്ങൾ ജീവിക്കാമേ എന്നാണ്. ഇതുവരെ ജീവിക്കാത്തൊരു ജീവിതം ഞങ്ങൾ ജീവിച്ചു തിരിച്ചു വരാം, ഒരു ചാൻസ്. എത്ര പ്രസംഗത്തിൽ കേട്ടാൽ നമ്മളാരും മരിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റിയ ശേഷിയിലും സൗകര്യത്തിലും ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഒരു പ്രശ്നം നമുക്കില്ല. പള്ളി പോകാൻ പ്രശ്നമില്ല, നിസ്കരിക്കാൻ പ്രശ്നമില്ല, സദഖ കൊടുക്കാൻ പ്രശ്നമില്ല. നമ്മൾ ജീവിച്ച അറിഞ്ഞ ഒരു നന്മയും ചെയ്യാൻ ഒരു തടസ്സമില്ലാത്ത ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞാൻ പ്രവർത്തിച്ചിട്ടില്ലാത്ത, ജീവിച്ചിട്ടില്ലാത്ത, ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ പ്രവർത്തനങ്ങളുമായി ഒരു ജീവിതം നയിച്ച് ഞാൻ തിരിച്ചു വരാമെന്നാണ്.
അപ്പം അള്ള ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. നരകത്തിൻ്റെ ചൂടേറ്റപ്പോഴാണോ ചിന്ത വരുന്നത്? ചിന്തിക്കാനുള്ള ആയുസ്സും ചിന്തിക്കാനുള്ള സമയവും തന്നില്ലേ? എത്ര ജുമാ ഖുതുബക്ക് പോയാലും നമ്മൾ സുഹൃത്തുക്കളെ, എത്ര അനുഭവങ്ങൾക്ക് സാക്ഷികളായവരാണ്, എത്ര മരണമുറ്റങ്ങളിൽ നോക്കി നിന്നവരാണ് നമ്മൾ, എത്ര മയ്യത്തിന് പിന്നിൽ നമസ്കരിച്ചവരാണ് നമ്മൾ, മാരകമായ രോഗത്തിന്റെ വേദനകൾ അനുഭവിക്കുന്നവരെ എത്ര പേരെ കണ്ടവരാണ് നമ്മൾ. എന്നിട്ടൊന്നും നമ്മുടെ ഒരു ജീവിതത്തിന്റെ വിലയെക്കുറിച്ച് നമ്മൾ വേണ്ട പോലെ ചിന്തിച്ചോ എന്നാണ്. വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലേ? ഏതാ മുന്നറിയിപ്പുകാരൻ എന്നറിയോ? പ്രവാചകന്മാരാന്ന് വിചാരിക്കും. ഓരോരുത്തർക്കും, നരകത്തിലേക്ക് കിടക്കുന്ന ഓരോരുത്തർക്കും വന്ന മുന്നറിയിപ്പുകാരൻ ആരാണെന്നറിയോ? ചിലപ്പോൾ പടച്ചോൻ ജീവിതം ഒന്നിങ്ങനെ പിടിച്ച് നിർത്തും. അവിടെ നിന്നോന്നറിയും. എനിക്കറിയണ ഒരാളുണ്ട്. അയാൾ നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിൽ വന്നിട്ട്, അയാൾക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നിട്ട് അയാൾ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, കുറേ കാലമായി മാറണമെന്ന് ആഗ്രഹിച്ചതാണ്. ഈ ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ മാറിയിരിക്കുന്നതാണ്. അയാൾ പറഞ്ഞു ആയിക്കോട്ടെ. അദ്ദേഹം ഡിസ്ചാർജായി. ഒരു ദിവസം അയാൾ എൻ്റെ വീട്ടിൽ വന്നു തരണോ, എന്നോട് സംസാരിച്ചു എങ്ങനെ മാറണം. അപ്പോൾ ഞാൻ എനിക്കറിയണ പോലെയൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അയാൾ അന്നത്തിനേക്കാളും മോശമാണ് ഇപ്പോൾ. എനിക്ക് അയാൾ അറിയാം. അന്നത്തിനേക്കാളും മോശം. അന്ന് എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊക്കെ ഒരു പള്ളിയിലൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. മനുഷ്യൻ്റെ ഒരു മനസ്സാണ്. അവസരങ്ങൾ വജാഅക്കുമുൻ നദീർ, ഏത് നന്നായിക്കോ എന്ന് പറയാൻ നദീർ, മുന്നറിയിപ്പ്. നിന്റെ ആയുസ്സിലിടയ്ക്ക് എത്രയോ പ്രാവശ്യം നീ തന്നെ പറഞ്ഞു, ഇനി മുതൽ എനിക്ക് ഇങ്ങനെ ആയാൽ പറ്റൂല. അത് വെറുതെ പറഞ്ഞല്ല, അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തെ പിടിച്ചു നിർത്തി. അല്ല അവിടെ അങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു, ഇതേ വിചാരിച്ചമാര് മുന്നോട്ട് പോവില്ല, അതുകൊണ്ട് ഒന്ന് ആലോചിക്കണത് നല്ലതാണെന്ന് പിടിച്ചു നിർത്തി എത്ര പ്രാവശ്യം പറഞ്ഞു എന്നാണ്. അതാണ് വജാഅക്കുമുൻ നദീർ എന്ന് പറഞ്ഞാൽ. എത്ര വാണിംഗ് തന്നു നിനക്ക്, എത്ര വാണിംഗ് തന്നു. ഫദൂഖൂ ഫമാ ലിന്നാലിമീന മിൻ നസീർ, അനുഭവിച്ചോ, അക്രമികൾക്കൊരു സഹായവുമില്ല എന്നാണ്. സുഹൃത്തുക്കളെ, ഒരു കാര്യം നമ്മൾ ആലോചിക്കുക. ഈ സ്വർഗമൊക്കെ ആഗ്രഹിച്ചിട്ട് ജീവിതത്തിൽ എന്താണ് നിങ്ങൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ സീരിയസ് ആയി കണ്ട് ജീവിച്ചു പോകുന്ന ആളുകൾ ഇന്നുമുണ്ട്, അന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമ്പോൾ അവർക്ക് തന്നെയല്ലേ അള്ളാഹു അതിൻ്റെ പരിഗണനയും അതിൻ്റെ പ്രത്യേകതയും കൊടുക്കാം. അള്ളാഹുവിൻ്റെ സ്വർഗത്തിനൊരു വില കൽപ്പിച്ചിട്ട് പലതും നേടാൻ ആഗ്രഹിച്ചോടുമ്പോൾ അതിനൊക്കെ കൊടുക്കുന്ന ഒരു സീരിയസ്നെസ്സിൻ്റെ കുറച്ചും കൂടി ഒരു പ്രാധാന്യം സ്വർഗത്തിന് കൊടുക്കുമ്പോഴല്ലേ ആ സ്വർഗം നമുക്കാകുള്ളൂ, ആ സ്വർഗത്തിൻ്റെ അഖിലുകാർ നമുക്ക് ആകാൻ പറ്റുള്ളൂ. അത് നമ്മൾ ആലോചിക്കണം, അത് നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹുവിൻ്റെ ആ തീരുമാനങ്ങൾക്ക് മുന്നിൽ എന്തായാലും ഞാനും നിങ്ങളും ഒരുക്കം നിൽക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താ നമുക്ക് തടസ്സം? ഒരു വിശകലനത്തിന് വേണ്ടി പറയട്ടോ. തിരക്കുകൾക്കിടയിൽ നിന്നാണ് ഹെഡിങ്, ഞാൻ അത് വെച്ചിട്ട് തന്നെ ഞാൻ പറയണത്. അപ്പോൾ ആളുകൾ പറയണത് എന്താ വെച്ചാൽ തിരക്കാണെന്ന്. അപ്പോൾ ഞാൻ ഈ തിരക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു അർജൻറ്റ് ഉണ്ട് എന്ന് നമ്മളെ മനസ്സിലിങ്ങനെ നമുക്ക് തോന്നുകയാണ്. നമുക്കൊരു അർജൻറ്റും ഇല്ല, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ നടത്തത്തിലും ഓട്ടത്തിലും ഇരുത്തത്തിലും ഒക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ പ്രൊഫഷണലായ ആളുകളൊക്കെ നടത്തത്തിലും ഡ്രൈവിങ്ങിൽ പോലും എന്തോ നിങ്ങളൊരു മിനിറ്റ് വൈകിയാൽ എന്തൊക്കെയോ സംഭവിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. ഞങ്ങൾക്കൊക്കെ തോന്നുന്നു, എല്ലാവർക്കും തോന്നുക. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, പള്ളിക്കൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ആ തസ്ബീഹും കൂടി ചെയ്യാതെ ഓടി ഇറങ്ങിയിട്ട് പിന്നെ മുറ്റത്ത് വന്നിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതാണ്. എന്താ സംഭവം? ഇപ്പം ഇവിടേക്കാണ് ഈ ഓടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് ഓടി ചെന്ന് ഇപ്പം എന്താ വീട്ടിലെന്താ ചെയ്യണേ പോലെ? അല്ലെങ്കിൽ മൊബൈൽ ഇങ്ങനെ ഓണാക്കി ഇങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ടി വി കണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ മുറ്റത്തേക്ക് നോക്കിയിരിക്കുക, അല്ലെങ്കിൽ അലസമായിട്ട് ഇങ്ങനെ നമ്മുടെ സെറ്റിയിലോ കട്ടിലോ കിടക്കുക. എന്താ നമ്മൾ ചെയ്യാനുള്ളത്? നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കൾ, നമ്മളൊക്കെ ധൃതിയിൽ ഓടുകയാണ്. ഈ ധൃതിക്ക് വക്കാനിൽ ഇൻസാനോ അജൂല, മനുഷ്യൻ ധൃതിയിലാണ്. ആ ധൃതിയിൽ ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ധൃതി നമുക്ക് എന്തിനാണെങ്കിൽ നമ്മൾ ചില ഗൗരവപരമായ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നാണ് ധൃതി. അവിടെ നിസ്കാരത്തിൽ മുഴുവൻ ചെല്ലാൻ നമുക്ക് നേരമല്ല.
അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഓടും. അതെന്തുകൊണ്ടാണ്? നമ്മൾ അർജൻറ്റാണെന്ന്. നമ്മൾ വളരെ അർജൻറ്റിലാണ് സുഹൃത്തുക്കളെ. ഈ ധൃതി നമ്മളെ എവിടേക്കാണ് എത്തിക്കാം? അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ആവശ്യമുണ്ടോ? നമ്മളെ ഇത്രമാത്രം അനിവാര്യമാണോ നമ്മൾ? മനസ്സിലായി? അപ്പോൾ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന മാനേജ്മെൻറ്റിനോട് നമ്മൾ പറയാം, ഇനിയിപ്പോൾ തൽക്കാലം എനിക്ക് ഇനി ഇവിടെ പറ്റൂല പറഞ്ഞാൽ അവരാ സ്ഥാപനമൊക്കെ പൂട്ടിയാൻ പോവുമോ? ഇല്ല, അവർ നമ്മളെക്കാളും കുറച്ചും കൂടി നല്ലൊരാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവിടെ വെക്കും. അത്രേ ചെയ്യുള്ളൂ. എല്ലാം അങ്ങനെ ഇവിടെ നടക്കുള്ളൂ. മനസ്സിലായി? എല്ലാം അങ്ങനെ നടക്കുള്ളൂ. അതായത് എനിക്ക് എത്രയോ സഹോദരിമാർ എന്നോട് പറഞ്ഞത് എനിക്കറിയാം. ഏതാണ്? ഡൈവേഴ്സ് ചെയ്തതിന് ശേഷം, ഭർത്താവ് മരിച്ചതിന് ശേഷം പുനർവിവാഹം നടന്ന പല സഹോദരിമാരും പറയും, ഒരു ജീവിതം എനിക്ക് തിരിച്ച് കിട്ടാൻ രണ്ടാമത്തൊരു വിവാഹം കൊണ്ട് എനിക്ക് പറ്റി. ഭർത്താവ് മരിച്ചതുകൊണ്ടൊന്നും പറയണില്ലെങ്കിലും രണ്ടാമത്തൊരു ജീവിതം കൊണ്ട് എനിക്ക് പറ്റി എന്ന് പറഞ്ഞ എത്രയോ സഹോദരിമാരുണ്ട്. അപ്പോൾ എന്താപ്പോൾ എൻ്റെ ഭാര്യയും ഭർത്താവ് ജീവിക്കുമ്പോൾ എന്താ ആലോചിക്കുക? ഇദ്ദേഹമില്ലെങ്കിൽ ഇവളില്ലെങ്കിൽ എന്നാണ്. പക്ഷെ ഒരു മാറി പുതിയൊരാൾ വന്നപ്പോൾ അതിനേക്കാളും സന്തോഷകരമായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ നാം ആലോചിക്കണം. അപ്പുറത്തൊരാൾ നഷ്ടപ്പെട്ട് പോയ ദുഃഖം നിലനിൽക്കുമ്പോൾ പോലും ജീവിതത്തിൽ പലപ്പോഴും പല പരിഹാരങ്ങളും നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവേണ്ടത് വേണം. നമ്മളുടെ എല്ലാവരുടെയും ബേജാറ് മനുഷ്യൻ എന്ന നിലക്ക് പ്രകൃതിപരമായുള്ള ഒരു ധൃതിയുണ്ട്. ആ ധൃതി നമുക്ക് ആവശ്യം. നമ്മൾ എന്തെങ്കിലും കുറച്ച് സമയം എടുത്തിട്ട് നിസ്കരിക്കാം, സമയം എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ദീൻ്റെ കാര്യങ്ങൾ കേൾക്കാം, വായിക്കുക, പഠിക്കുക. അപ്പോഴാണ് നമ്മുടെ ലൈഫിനൊരു മാറ്റം ഉണ്ടാവും, ഒരു ചേഞ്ച് വരും. ഇപ്പം നമ്മൾ ഇപ്പോഴല്ലാത്ത ഒരു ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യും വരും. പിന്നെ നമുക്ക് ഓരോ ന്യായങ്ങൾ തോന്നും, ഓരോ കാര്യത്തിനും ന്യായങ്ങൾ തോന്നും. ഈ ന്യായം ഏറ്റവും അധികം കേൾക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷേ ഈ ന്യായങ്ങളൊക്കെ എന്താ അറിയോ, സത്യത്തിൽ മഹാവിഡിത്തങ്ങളാണ്. ഇനി ഞങ്ങൾക്ക് പറഞ്ഞുതരാം, എല്ലാവരും കേട്ടൊരു ന്യായം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ചൊരു ആയത്തിൽ, അതായത് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ പിശാച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യാം? ഖലഖ്തനീ മിൻ നാർ, എന്നെ നീ തീയിൽ നിന്ന് സൃഷ്ടിച്ചു, അവനെ നീ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ മണ്ണിനേക്കാളും ഉത്തമം തീയാണോ? ഒന്ന് നിങ്ങൾ അറിവെച്ചൊന്ന് ചിന്തിച്ചു. മണ്ണിനേക്കാളും ഉത്തമം തീയാണോ? തീയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും മണ്ണല്ലേ ഉൽപ്പാദിപ്പിക്കുന്നത്? ഇമാം നാസിർ സഅദി തഫ്സീറിൽ മണ്ണിൻ്റെ ഗുണങ്ങളെയും തീയിൻ്റെ ഗുണങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, എന്ത് ന്യായം അതിലുള്ളത്? ഒരു ന്യായമല്ല. തൽക്കാലം പറയാണ്, കേട്ടവർക്കൊക്കെ തോന്നുന്ന ന്യായം തോന്നും, കേൾക്കുന്നവർക്കൊക്കെ തോന്നുന്ന ന്യായം. ഈ പ്രേമിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരായിട്ട് ധാരാളമായി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തൊക്കെ ന്യായമാണ് അവർ പറയാറ്. ജീവിതത്തിൽ അതിനേക്കാളും വലിയ പൊട്ടത്തരങ്ങൾ ഉണ്ടാവില്ല, അങ്ങനത്തെ ന്യായമാണ് അവരെന്ത് ചെയ്യുക പറയുക. അപ്പോൾ എന്തുകൊണ്ടാണ് പറയണത്? അവർക്ക് ആ ന്യായത്തുമേ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തെ ചില ന്യായം പിശാചി നമുക്ക് ഉണ്ടായിക്കോളൂ. പള്ളിക്ക് ജമാഅത്തിന് പോകാതൊക്കെയുള്ള ന്യായം, സക്കാത്ത് കൊടുക്കാതിരിക്കുള്ള ന്യായം, പലിശ തിന്നാനുള്ള ന്യായം, കൈക്കൂലി വാങ്ങാനുള്ള ന്യായം, ഭാര്യനെ ദ്രോഹിക്കാനുള്ള ന്യായം, വാപ്പാനി ഇമ്മാനി നിരാകരിക്കാനുള്ള ന്യായം ഒക്കെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തിക്കാണ്. മക്കളോട് ചോദിച്ചാൽ പറയും, ഇന്നെ വാപ്പി ഇമ്മയൊന്നും അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. പോലെ എന്താ നോക്കിയത്? എന്താ പിന്നെ നോക്കിയതാ? എന്താ ഇപ്പം എനിക്ക് വേണ്ടി ചെയ്ത്? നമ്മളിപ്പോൾ എന്താ പറഞ്ഞു കൊടുക്കുക? മനസ്സിലായി? ഒന്നും ചെയ്യൂല. നമ്മൾ ചോദിക്കും, നിന്നെ പ്രസവിക്കാൻ വേണ്ടിയുള്ള ഉമ്മയുടെ ത്യാഗം മാത്രം മതി ഉമ്മയാകാൻ, പോരെ? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക് ഇലയ്യൽ മസീർ. എനിക്ക് ജോലി വാങ്ങി തന്നില്ലേ, പഠിപ്പിച്ചില്ല, അതൊന്നല്ല പടച്ചോൻ പറഞ്ഞത്. ഗർഭം ചുമന്ന് പ്രസവിച്ചില്ലേ, അത് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. എത്ര പ്രയാസം ആ ഒരു 9 മാസം കൊണ്ട് സഹിച്ചു. ആ പ്രസവ വേദനയെ 9 മാസം ഒരു ഭീകര സ്വപ്നമായി കൊണ്ടുനടന്നിട്ടാണ് ആ പ്രസവം നടക്കുന്നത്. ആ ഒരു ഭാരവും ഏറ്റി നടക്കാൻ എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചു. പക്ഷെ മക്കൾ ചോദിക്കും, ശൈത്താൻ പറഞ്ഞു കൊടുത്തിട്ട്, എന്തപ്പോ നിങ്ങൾ എന്താ എനിക്ക് ഇതെന്ന് എന്ന് ചോദിക്കും. അതവർക്കുള്ളൊരു ന്യായമാണ്. ഈ ന്യായങ്ങളൊക്കെ ശരിയാണെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ നിലപാട് ശരിയാണ്. പക്ഷെ തികച്ചും ദുർന്യായങ്ങളെ പിശാച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ്. ഈ വ്യഭിചരിക്കുന്ന ആൾക്കാരാണ്, അവിഹിത ബന്ധങ്ങൾക്ക് പോകുന്ന ആൾക്കാരാണ്. അവർ പറയാൻ എന്താ അറിയോ? അവർ സാധാരണ പറയാൻ വെച്ചാൽ, എനിക്ക് ലൈംഗികമായ വികാരങ്ങൾ കുറച്ച് മറ്റുള്ളവരെക്കാളും കൂടുതലാണ്. എല്ലാവരോടും ചെയ്താൻ പറയണതാണത്. എത്രയോ ആളുകൾ പറഞ്ഞ ന്യായമാണ്. പിന്നെന്താ പറയുക, എൻ്റെ വൈഫിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അതൊക്കെ വ്യഭിചരിക്കാനുള്ള ന്യായമാണോ? വ്യഭിചരിച്ചാൽ നരകത്തിലാണ്. കള്ളു കുടിക്കുന്നവർക്ക് ന്യായമുണ്ട്. മനസ്സിലായി? ഞാൻ ഈ ഒരു തെറ്റ് മാത്രമേ ചെയ്യണുള്ളൂ, വേറെ തെറ്റും ചെയ്യണില്ല. ഞാനെന്ത് ഈ വൈകുന്നേരം വന്നാൽ, അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും, രാവിലെ എഴുന്നേറ്റ് പോകും. ആർക്കെങ്കിലും വലിയ വിഷമമുണ്ടോ?
മദ്യപിക്കുന്നവന് ന്യായമുണ്ട്, എല്ലാവർക്കും ന്യായമുണ്ട്. ഞാൻ പറഞ്ഞു, ഇത്തരം ചില ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ധാരാളം നന്മകളെ നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോട് എന്താണോ പറഞ്ഞത്, വമാ ആതാക്കും റസൂലു ഫഖുദൂഹു വമാ നഹാക്കും അൻഹു ഫൻതഹു, നിങ്ങളോട് എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങളോട് വിരോധിച്ച് നിങ്ങൾ വർജിക്കണം. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞിട്ടില്ലേ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം, വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. പിന്നെ നമ്മുടെ ന്യായങ്ങൾക്കോ നമ്മുടെ യുക്തിക്കോ നമ്മുടെ ചിന്തകൾക്കോ ഒരു പ്രസക്തിയുമില്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തൊരു കാര്യം എന്താ, നമുക്ക് ചെയ്യാതിരിക്കാനുള്ളൊരു തടസ്സം രണ്ടാമത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇഷ്ടം, എനിക്കതാണ് ഇഷ്ടം എന്ന് പറയും. നമ്മുടെ ഇഷ്ടമാണോ സുഹൃത്തുക്കളെ നമ്മൾ സ്വീകരിക്കേണ്ടത്? നമ്മളെ ഇഷ്ടമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്, നമ്മൾ അള്ളാഹിൻ്റെ ഇഷ്ടമാണ് സ്വീകരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഇഷ്ടമല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്, നബി സ്വല്ലല്ലാഹു ഇഷ്ടമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഒരു പെൺകുട്ടി പറയുന്നത്, നമ്മുടെ മോള് പറയണത്, എനിക്ക് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാനാണ് ഇഷ്ടം. അവളെ ഇഷ്ടമാണോ അവളുടെ ഡ്രസ്സ് തീരുമാനിക്കണത്? അല്ല, അവൾ എന്തു മറക്കണമെന്ന് അവളല്ല തീരുമാനിക്കണത്, അത് പടച്ചോനാ തീരുമാനിക്കുക. അള്ളാഹുവിൻ്റെ ഇഷ്ടം അവളുടെ ഇഷ്ടമാകുമ്പോഴേ അവൾ ജീവിതത്തിൽ രക്ഷപ്പെടുള്ളൂ. നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ല പോകേണ്ടത്, അള്ളാഹിൻ്റെ ഇഷ്ടം. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. ദേഹേച്ഛകളെ ആര് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കണമല്ലോ എന്ന് ഭയപ്പെട്ടിട്ട് തൻ്റെ ഇഷ്ടങ്ങളെ ആര് നിരോധിച്ചുവോ, ആരുപേക്ഷിച്ചുവോ, അവനാണ് സ്വർഗം. നമ്മളിഷ്ടം അനുസരിച്ച് പോയാൽ സ്വർഗം കിട്ടും. എനിക്കതാണ് ഇഷ്ടം, അതാണ് നമ്മുടെ കുറേ ന്യായം. ആ ഇഷ്ടം നോക്കിയാൽ പറ്റൂല. അല്ലേ, ഇന്നിപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെയാണ്. കുട്ടികൾ പിന്നെ നമ്മൾ മനസ്സിലാക്കണ പോലെയല്ല. 2 ലക്ഷം 3 ലക്ഷമൊക്കെ ഫോളോവേഴ്സുള്ള യൂട്യൂബർമാരുണ്ട്. കുട്ടികൾ +2 പഠിക്കുന്ന +1 പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും. അവരെന്താ പറഞ്ഞു കൊടുക്കണം അറിയുന്നത് കുട്ടികൾക്ക്? നമ്മളെ മക്കൾക്കും വേറെ കുട്ടികൾക്ക് അവർ പറഞ്ഞു കൊടുക്കണം എന്തറിയോ? ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നുള്ളൂ, അത് ആസ്വദിക്കണം എന്നാ. ജീവിതം ഒന്നുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ കുഫറായില്ലേ. ജീവിതം 2 എണ്ണമല്ലേ, ഇവിടെയും ജീവിക്കുക പരലോകത്തും ജീവിക്കുക. അപ്പോൾ പരലോകത്തൊരു ജീവിതമല്ലേ, എത്ര സിമ്പിളായിട്ടാണ് പറയണത്. ജീവിതം ഒന്നുള്ളൂ, അത് അടിച്ചു പൊളിക്കാനുള്ളതാണ്, അത് ആസ്വദിക്കാനുള്ളതാണ്. അതാണ് മുദ്രാവാക്യം. ഇന്നത്തെ ക്യാമ്പസുകളുടെ മുദ്രാവാക്യം, ആ മുദ്രാവാക്യം അതാണ്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇപ്പോൾ നമ്മളെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തത്? ഒരു മതത്തിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് എന്ത് സ്വാതന്ത്ര്യമാണ് നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതെ പോയത്? 2 കാര്യത്തിലുള്ള സ്വാതന്ത്ര്യം മാത്രം, ബാക്കി എല്ലാറ്റിലും ഒരു സ്വാതന്ത്ര്യം. അവർക്ക് നല്ല ഫുഡ് കഴിച്ചൂടെ? ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് പോലും ഈ ടൗണിൽ പുതിയ ഹോട്ടൽ വന്ന് അവിടെ പുതിയൊരു പേരിട്ട ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കടം വാങ്ങിയിട്ടെങ്കിൽ അവർ വാങ്ങിക്കൊടുത്ത് കൊടുക്കും. അതൊന്നും കഴിക്കാൻ ഭാഗ്യമില്ലാത്ത ആരും നമ്മുടെ നാട്ടിലില്ല. പിന്നെ എന്തിനാണ് സ്വാതന്ത്ര്യം ഇല്ലാത്തത്? 2 കാര്യത്തിന് സ്വാതന്ത്ര്യം ഇല്ലാത്തുള്ളൂ. ഒന്ന് സെക്സ്, മറ്റൊന്ന് ലഹരി. എല്ലാ സ്വാതന്ത്ര്യത്തിൻ്റെ വാദങ്ങളും ചെന്നെത്തുന്നത് ഈ 2 എണ്ണത്തിലേക്ക് മാത്രം, വേറെ ഒന്നിക്കും പോവില്ല. ആ 2 എണ്ണത്തിക്ക് മാത്രമേ പോവുള്ളൂ. എനിക്ക് തട്ടമഴിച്ചിടണം, മാറ് തുറന്നിടണം, എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം, എനിക്ക് ആൺകുട്ടിയെപ്പോലെ ജീവിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ളത് എന്തേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ, സ്വതന്ത്രമായ ഒരു ഫ്രീ സെക്സിലേക്ക് അല്ലെങ്കിൽ ലൈംഗികതയിലേക്ക് പോകണമെന്നതാണ് താല്പര്യം. എന്താ പേരൊക്കെ പ്രശ്നം ചോദിക്കുകയാണ്, വിവാഹത്തിൻ്റെ മുമ്പുള്ള ലൈംഗികതയിൽ എന്ത് തെറ്റ് എന്ന് നമ്മുടെ കുട്ടികൾ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്താ പ്രശ്നം? അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ, സ്വാതന്ത്ര്യമല്ലേ? അതിലിപ്പോൾ വാപ്പയമ്മയും നാട്ടുകാരും അധ്യാപകന്മാരൊക്കെ ഇടപെടേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കണം. എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടങ്ങൾ അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ സുഹൃത്തുക്കൾ അത് നരകത്തിലേക്കാണ്. അവിടെ നമ്മളെ ഇഷ്ടമല്ല നോക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നോക്കേണ്ടത്. പിന്നെന്താ അറിയോ, അള്ളാഹു ഒരാൾക്ക് സൗകര്യങ്ങൾ കൊടുക്കുന്നതും സൗകര്യങ്ങൾ എടുക്കുന്നതിൻ്റെയും പിന്നിൽ ഒരു പരീക്ഷണമുണ്ട് എന്നാണ്. അള്ളാഹ് നമുക്ക് നല്ല ജീവിക്കാൻ സൗകര്യങ്ങൾ തരുന്നതിലും അത് ഇല്ലാതാക്കുന്നതിൻ്റെ പിന്നിലും അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും സുഹൃത്തുക്കളെ അള്ളാഹു നമുക്ക് തന്ന ഭൗതികമായ സുരക്ഷിതത്വം അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് നമുക്ക് തടസ്സമാവാൻ പറ്റില്ല, ഒരിക്കലും തടസ്സമാവാൻ പാടില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, അബൂജഹലിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണ്? അവൻ അതിരുവിട്ടവനായി തീർന്നു. എന്തുകൊണ്ടാണ്? അമ്മാ മനിസ്തകന, അവൻ ഇസ്തിഗനാകും. എന്താ ഇസ്തിഗനാകും? ഞാനൊരു കുഴപ്പമില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ എനിക്ക് പറ്റും എന്ന ഒരമിതമായ ആത്മവിശ്വാസം ഉണ്ടല്ലോ. ആ അമിതമായ ആത്മവിശ്വാസമാണ് പലപ്പോഴും നമ്മളെ അപകടത്തിൽപ്പെടുത്തുന്നത്. അത് വെറുതെ തോന്നുന്നതാണ് സുഹൃത്തുക്കളെ,
വെറുതെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഏതെങ്കിലും ഒരു നിസ്സാരമായ കാര്യം പോലും എന്നെക്കൊണ്ടാവും എന്ന് പറയാൻ ഏതെങ്കിലും മനുഷ്യനാവും? എന്തെല്ലാം തടസ്സങ്ങളും എന്തെല്ലാം ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതകളുണ്ട്. ഒരു നിസ്സാരമായ കാര്യത്തിൽ പോലും എന്തെല്ലാം തടസ്സങ്ങൾ വരാൻ നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ വളരെ ലളിതമായ ഒരു കാര്യം പോലും, നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് വേണ്ടി എല്ലാം പ്ലാൻ ചെയ്ത് ടിക്കറ്റ് എടുത്ത് എല്ലാം സൗകര്യപ്പെടുത്തി നമ്മൾ സ്റ്റെപ്പിലേക്ക് പ്രാർത്ഥന ചൊല്ലി ഇറങ്ങുമ്പോൾ എന്ത് മതി എന്നറിയങ്ങൾ? ഒരു ഫോൺ കോൾ മതി നമ്മുടെ യാത്ര മുടങ്ങാൻ. അത് നമ്മളെ നിയന്ത്രണത്തിലല്ല. ഒരു ചെറിയൊരു ഫോൺ കോൾ കൊണ്ട് നമ്മുടെ യാത്ര എന്ത് ചെയ്യും? മുടങ്ങും. ജീവിതത്തിൽ എന്തിനും അങ്ങനെയാണ്. അവിടെ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹവും തൗഫീഖും ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നതാണ് യഥാർത്ഥത്തിൽ വസ്തുത. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ സഹായവും എല്ലാറ്റിലും വേണം. നമുക്ക് പണമുണ്ടെന്നുള്ളതോ സ്വാധീനമുണ്ടെന്നുള്ളതോ സൗകര്യമുണ്ടെന്നുള്ളതോ ഒന്നും എന്താവരുത്. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോയാലും എൻ്റെ കാര്യം മുന്നോട്ട് പോകും എന്ന ഒരു അബദ്ധ ധാരണയിൽ നമ്മൾ ആരും പെട്ടുപോകാൻ പറ്റില്ല. അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ സൗകര്യങ്ങളൊക്കെ തന്നാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുമോ ആലോചിക്കുമോ എന്ന് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ പരീക്ഷിക്കണം. അതുകൊണ്ട് ജീവിക്കാൻ നല്ലൊരു ജോലിയും എവിടെ പോയാലും ജീവിക്കാനുള്ള വരുമാനവും, ഇനി എല്ലാ ജോലിയും നിന്നാൽ പോലും മരണം വരെ കഴിഞ്ഞുകൂടാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരാൻ സുഹൃത്തുക്കൾ അതിന് ധാരാളം വഴികളുണ്ട്. അതൊക്കെ അള്ളാഹു തടുത്ത് നിർത്താൻ, അത് തരാൻ അള്ളാഹുവിന് കഴിയും, തടുക്കാനും അള്ളാഹുവിന് കഴിയും. അതുകൊണ്ട് അള്ളാഹുവിനെ മറന്ന ഒരു ജീവിതം നമ്മുടെ സൗകര്യങ്ങളോ നമ്മുടെ സ്വാധീനങ്ങളോ നമ്മുടെ കഴിവുകളോ വെച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ആലോചിക്കണം. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളെല്ലാവരും വന്നാൽ അതുകൊണ്ട് മാത്രമേ ഇനി നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ജീവിതത്തിലും ലോകത്തിലും വന്ന മാറ്റം നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. ഒരു നല്ല സമാധാനപൂർണമായൊരു ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ കൊടുന്ന് ഇരുത്തണം ഖുർആൻ്റെ മുന്നിൽ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊടുന്ന് ഇരുത്തണം. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു മഹത്വം പറയാൻ വേണ്ടിയല്ല, ഞാൻ ഏകദേശം 1989 മുതൽ നിരന്തരമായ പ്രസംഗങ്ങൾക്കും പരിപാടികൾക്കും പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ആളുകൾ ദീനിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുകയും വരികയും ഫോൺ വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു പകലിൻ്റെ വലിയൊരു സമയം അത്തരം ഫോണുകൾക്ക് വേണ്ടിയാണ് ഞാൻ ചിലവഴിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാനത് പറയണത് എന്തിനാ അറിയുങ്ങൾ? ഇന്ന് ആ സമൂഹത്തിൽ വന്ന വലിയൊരു മാറ്റം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആ മാറ്റം എന്ന് ചോദിച്ചാൽ, ദീന് കൊണ്ടല്ലാതെ ജീവിതത്തിൽ ഒരു പരിഹാരമില്ലെന്നിടത്തേക്ക് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ സംശയിക്കേണ്ട കാര്യത്തിൽ ദീന് കൊണ്ടല്ലാതെ ഇന്നത്തെ കാലത്ത് സമാധാനമായിട്ട് ജീവിച്ചു പോകാൻ പറ്റില്ലെന്ന് ആളുകൾക്ക് ഉറപ്പായിട്ടുണ്ട്. ഞാനത് പറയാൻ കാര്യം ഞാൻ വേണമെങ്കിൽ ഇന്ന് എനിക്ക് ലാസ്റ്റ് വന്ന ഒരു ഫോൺ ഞാൻ പറയാം. അരമണിക്കൂർ ഞാൻ സംസാരിച്ച് ഫോൺ മനസ്സിലായി. ഒരു ഗൾഫിൽ നിന്ന് വളരെ വലിയ സമ്പാദ്യങ്ങളുമായി നാട്ടിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന ഗൾഫിലെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അവിടെ മക്കൾ എന്താഗ്രഹിച്ചോ ആ ആഗ്രഹിച്ച പഠനങ്ങൾക്ക് അവസരം കൊടുത്തു. അങ്ങനെ ഇപ്പോൾ ഒരു മോളെ അയാൾ പഠിപ്പിച്ചിരിക്കുകയാണ്. കോഴ്സൊന്നും ഞാൻ പറയണില്ല, ആളുകളെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ആ മോള് കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു പറയോ, രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മരിക്കാൻ തോന്നുകയാണ്, എനിക്ക് ചിലപ്പോൾ നിങ്ങൾ എന്നെ കാണാൻ വന്ന് എന്നെ കാണൂല, എനിക്ക് എന്തൊക്കെയാവുന്നു, ഒരാഴ്ച ഞാൻ ക്ലാസ് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ഉടനെ 9 മണിക്കൂർ യാത്ര ചെയ്യണം അവളെ ഹോസ്റ്റലിലെത്താൻ. രാത്രി ഫോൺ കോൾ വന്ന നിമിഷം അവർ വാഹനം ഓടിച്ച് അവിടെ എത്തി. അപ്പോഴൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്, അവിടെ പോകുമ്പോൾ വിളിക്കുന്നുണ്ട്, അവിടെ എത്തുമ്പോൾ വിളിക്കുന്നുണ്ട്. ഞാൻ ആ കോൾ നമ്മളിതിൽ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റി, അതായത് അങ്ങനത്തെ പരിചയമില്ലാത്തൊരു കോൾ എടുക്കണമെങ്കിൽ എന്തുവാണെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറെങ്കിലും സമയം വേണം, അല്ലാതെ ആ കോൾ എടുത്തിട്ട് കാര്യമില്ല. 4000 ചില്ലാനും നമ്പറുണ്ട്. ഒരുവിധം എന്തെങ്കിലും എന്നിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പേര് വരും. അല്ലാത്തൊരു നമ്പർ ഇതിൽ വരുന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാൻ സമയം ഉണ്ടെങ്കിൽ ആ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ ആ ഫോൺ എടുത്തു. ആവർത്തിച്ച് വരുന്ന ഫോണിലേക്ക് ഞാൻ എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞത്, നിങ്ങളൊരു അരമണിക്കൂർ എൻ്റെ മോൾക്ക് തരണം. അരമണിക്കൂർ ദീനുമായി ബന്ധപ്പെട്ട ഒരു സംസാരം കൊണ്ടല്ലാതെ ഓളെ പ്രശ്നത്തിന് പരിഹാരമില്ല. പ്രശ്നം ഞാനൊന്നും പറയണില്ല, പ്രശ്നത്തിന് അതിനേ പരിഹാരമുള്ളൂ. ഇനി എൻ്റെ മഹത്വം പറയാൻ വേണ്ടി ഒന്നും പറയല്ല കേട്ടോ സുഹൃത്തുക്കളെ. ഞാനിത് നിങ്ങളുടെ വീട്ടിൽ
രാത്രി വന്ന് രാവിലെ തിരിച്ചു പോകുന്നവർക്ക് ഈ ദീനല്ലാതെ അവരുടെ ജീവിതം സ്മൂത്തായി പോകാൻ മറ്റൊരു പരിഹാരമില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഈ ഇന്നലെ ഒരു ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോൻ ശമ്പളം കിട്ടിയാൽ എനിക്ക് 10,000 രൂപ തരും സ്ഥിരമായിട്ട്. അപ്പം ഞാനതെന്ന് വെച്ചാൽ വാങ്ങാൻ തരുന്നതല്ലേ, എനിക്ക് പൈസക്ക് ആവശ്യമുണ്ടായിട്ടല്ല, അതിൽ മോൻ്റെ ഒരു സന്തോഷം, ഞാനത് വാങ്ങും. അപ്പോൾ ഞാനത് വീട്ടിൽ ചിലവിനൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ അവൻ എന്തോ ഒരു സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അവരോട് പലപ്പോഴും പറഞ്ഞു, ചെയ്യല്ല മോനെ. പക്ഷെ എനിക്കിനിപ്പോൾ അവനെ നിയന്ത്രിക്കാനും ഒന്നും പറ്റൂല. അവനിപ്പോൾ അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ എന്താ ചെയ്യുക? പക്ഷെ എൻ്റെ സംശയം എന്താ വെച്ചാൽ, ഇവൻ ഈ 10,000 റുപ്യ തരുന്നത് എനിക്ക് ഹലാലാവുമെന്ന് എനിക്ക് അറിയേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉപ്പ അവനെ മാറ്റലല്ലേ നമ്മൾ ആവശ്യം. മനസ്സിലെ, അവൻ തരുന്ന അധ്വാനിച്ച് തരുന്ന പൈസ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്താ തടസ്സം? അവനിപ്പോൾ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ തടസ്സമില്ലല്ലോ. പക്ഷെ അയാൾ ചിന്തിക്കുന്ന കാര്യം, ഇവൻ ഇങ്ങനത്തെ ഒരാളെ പൈസ വാങ്ങിയാൽ അത് എൻ്റെ ഭക്ഷണം കഴിച്ചാൽ എൻ്റെ പരലോകത്തിന് വല്ല പ്രശ്നം വരുമെന്നാണ് അയാളുടെ വിചാരം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മോനല്ലേ, അവനെ നമുക്ക് മാറ്റാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അവനോട് ഇങ്ങനെ സംസാരിച്ചിട്ട് അവനൊരു 2-3 ആഴ്ച നമ്മളെ കൂടെ വന്ന് നിൽക്കാൻ തയ്യാറുണ്ടോ ചോദിക്കും, എങ്കിൽ നമുക്ക് അവനൊന്ന് മാറ്റിയെടുക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ആലോചിച്ച് നോക്കും, നിങ്ങൾ ജീവിതത്തിൽ എവിടെ നമ്മൾ ബന്ധപ്പെട്ടാലും അങ്ങനെയുള്ളത്. ഞാൻ ആലോചിച്ച് നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സഹോദരി, നമ്മൾ ദീനല്ലാതെ എങ്ങനെ പരിഹാരം എന്ന് പറയുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഒരു സഹോദരി 20 വയസ്സായ മോൻ ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്. 20 വയസ്സായ മോൻ ആക്സിഡൻറ്റിൽ മരിക്കുക. ഒരു മകള് ഡൈവേഴ്സായിട്ട് ഒരു കുട്ടിനേറ്റ് വീട്ടിലിരിക്കുക. ഇത് ചില്ലറകാരല്ലോ, ജീവിതത്തിൽ അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടെ വളരെ നല്ല സൗകര്യത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും വരുമാനമുള്ളൊരു സ്ഥാപനം സ്വന്തമായി ആ ഫാമിലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒന്നും സൂചനകൾ ഞാൻ പറയണില്ല, അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ നിങ്ങൾ 3 സ്ഥലത്ത് ഇപ്പോൾ അവർക്ക് ക്യാൻസറാണ്. ഇതൊന്നും ഞാൻ കഥയായിട്ട് പറയല്ല. ഈ സഹോദരി വീട്ടിലിരുന്നിട്ട് ആ കട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവർക്ക് സമാധാനത്തിൻ്റെ ഒരു ചിന്ത എവിടുന്നാ കൊടുക്കാൻ പറ്റുക? ഹസ്ബൻഡ് ഡോക്ടറാണ്, ആർക്കാ കൊടുക്കാൻ പറ്റുക? എന്താണ് അവരോട് പറയേണ്ടത്? അവരുടെ മനസ്സിന് സമാധാനം നൽകാനുള്ള എന്തു വിവരമാണ് സുഹൃത്തുക്കളെ ഭൗതികമായി അവർക്ക് നൽകാൻ പറ്റുക? ഒന്നും നൽകാൻ പറ്റില്ല. മനസ്സിലായി? അപ്പോൾ അവരുടെ ഒരു അനുജത്തി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, താത്തയൊന്നും ഇങ്ങനെ ഒന്ന് സമാധാനമായിട്ടൊന്ന് ഈ രോഗാവസ്ഥയിലൊന്ന് ഇരിക്കാൻ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? എന്തെങ്കിലും കുറച്ചൊരു ദീനിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, അവരിപ്പോൾ ഈ കീമൊക്കെ കൊടുക്കുന്ന ഒരാളെ കൊണ്ടുവരണ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ വീട്ടിലേക്ക് പോകുക പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതിലേറെ ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ എന്നാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്തു, എനിക്ക് ആ വഴിക്ക് പോകാനുള്ളൊരു സൗകര്യം കിട്ടി. ഞാൻ കയറി അവരെ കണ്ട് ഞാൻ അവർക്ക് പറയാൻ സമയം കൊടുത്തു. സത്യം പറഞ്ഞാൽ അവർ പറയണ അവരുടെ ജീവിത പ്രതിസന്ധികൾ മുഴുവൻ കേട്ടാൽ ആ പ്രതിസന്ധികൾ ഒന്ന് വന്നാൽ പോലും നമ്മൾ തളർന്നു പോകും. എന്നിട്ട് പിന്നെ എന്താണ് അവരിങ്ങനെ നിൽക്കണത്? അവർ നിൽക്കണത് എന്താ വെച്ചാൽ, അവർ ഇടയ്ക്ക് ഈ പീസ് റേഡിയോ ഓണാക്കി വെക്കും, അല്ലെങ്കിൽ ജുമാ ഖുത്തുബ 1-2 കേൾക്കും. അതും ഇങ്ങനെ പോകുകയാണ് ഒരു ജീവിതം മുന്നോട്ട്. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെ സാധാരണഗതിയിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ നടത്തണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സംഘടന വേണം, അല്ലാതെ ഇപ്പോൾ ആരെ നടത്തുക? അപ്പോൾ നടത്താൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പള്ളി നടത്തണമെങ്കിൽ അതിനൊരു കമ്മിറ്റി വേണ്ടേ? ഒരു ക്ലാസ് വെക്കണമെങ്കിൽ അതിനൊരാൾ വേണം, അതിനൊരു പെർമിഷൻ വേണം. പോലീസ് സ്റ്റേഷനിൽ ഒരു ലെറ്റർ പേഡ് കൊണ്ടേ കൊടുത്തെങ്കിലേ ഒരു പെർമിഷൻ കിട്ടുള്ളൂ. ആരെ പരിപാടി നടക്കൂല, അത് വേണം. അതിൻ്റെ അഡ്രസ്സുകൾ നോക്കേണ്ട കാര്യമില്ല. എനിക്കിങ്ങോട്ട് പറയേണ്ടത് ഫലപ്രദമായ വേദികളിൽ നമ്മൾ എത്തണം. നമ്മളെല്ലാം ഈഗോ മറന്ന് നമ്മൾ എത്തണം. എന്നാലേ ഒരു ചെറിയ മനസ്സമാധാനത്തോടെ നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ. പാലിയേറ്റീവിലെ കോഴിക്കോട് പാലിയേറ്റീവിലെ ഡയറക്ടറാണ് എൻ്റെ സുഹൃത്ത് ഡോക്ടർ. മനസ്സിലായില്ലേ? അനേകായിരം ക്യാൻസർ മരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആളാണ്. അപ്പം അദ്ദേഹം ആ മരിക്കുന്ന സമയത്തുള്ള ഓരോരുത്തരുടെ മനോഗതങ്ങൾ പറയാറുണ്ട്. എന്നെ കാണുമ്പോഴൊക്കെ എന്നോടിങ്ങനെ പറയും, മരിക്കാൻ കിടക്കുമ്പോൾ അവരുടെ മനസ്സ് പറയും. ആ മനസ്സ് നമുക്കിപ്പോൾ എത്ര ബുദ്ധി ഉണ്ടെങ്കിലും ഇപ്പോൾ തോന്നൂല, ഇപ്പം നമുക്ക് പറയാൻ കഴിയൂല. അത് മരിക്കുമ്പോൾ മാത്രമേ പറയാൻ പറ്റൂ. മരിക്കുമ്പോൾ ചിന്തിക്കുന്നത് എന്ത് എന്ന് മരിക്കുമ്പോൾ മാത്രമേ പറയാൻ പറ്റൂ. അന്ന് ചിന്തിക്കാൻ ചില അറിവുകൾ വേണം.
ആ അറിവ് തരാൻ അള്ളാഹുവിനെ പറ്റും. അപ്പോൾ ചില അറിവുകൾ മനസ്സിൽ വേണം. മരണം എന്താണെന്ന് അറിയണം. ജീവിതത്തിൻ്റെ യാത്രയിൽ സമാധാനത്തോടെ പോകാൻ ചിലത് ആവശ്യമാണ്. അത് ജീവിക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാ സന്ദർഭങ്ങളിലും നല്ലൊരു ഉത്തരം തരാൻ ദീനിനെ പറ്റുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കാം, അതേ പറ്റുള്ളൂ എന്നാണ്. ഞാൻ ഈ മഞ്ചേരിയിൽ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു ഓരോ വിഷയത്തെക്കുറിച്ച്. അപ്പോൾ എനിക്ക് അവരൊരു വിഷയം തന്നത് പ്രായമായവരോട് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം തന്നപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ യൂട്യൂബിൽ കിട്ടും. അപ്പോൾ ഞാൻ പ്രായമായവരോട് എന്ത് പറയണമെന്നൊന്ന് വെറുതെ ഞാൻ ആ നിലക്കുള്ള പുസ്തകങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്ത് ഒന്ന് നോക്കി, നെറ്റിൽ കയറി നോക്കി. സത്യം പറഞ്ഞാൽ പ്രായമായവരോട് പറയാൻ ഇസ്ലാം നിർദ്ദേശിച്ച കാര്യം പ്രായമായവരോട് പറഞ്ഞാൽ അവർ പ്രായത്തെക്കുറിച്ച് അറിയുക പോലുമില്ല. അവർക്ക് പ്രായം ഒരു പ്രശ്നമേ ആവില്ല. ജീവിതത്തിൽ വേറെന്ത് പ്രശ്നമായാൽ ഏറ്റവും നല്ല കാലഘട്ടം ഈ പ്രായമായ സമയമാണെന്ന് അവർ ചിന്തിക്കും. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എനിക്കത് അറിയില്ലായിരുന്നു. ഞാനത് നോക്കി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ സത്യത്തിൽ ചില അറിവുകൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ആ അറിവുകൾ നമുക്ക് കിട്ടാതിരുന്നാലോ നമ്മുടെ ജീവിതം വലിയ നഷ്ടത്തിലാകും. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല സുഹൃത്തുക്കളെ, നിങ്ങൾ അവസരങ്ങൾ ഉപയോഗിക്കണം. അതിന് വേണ്ട സന്ദർഭങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ ആലോചിക്കുന്ന ഒരു സ്വകാര്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ കോഴിക്കോട് വെച്ചിട്ട് എന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ പ്രോഫ്കോൺ കഴിഞ്ഞു. 3 ദിവസത്തെ പ്രോഫ്കോൺ. നമ്മളൊന്നും അതിശയോക്തിയായിട്ട് പറയില്ല. ഏകദേശം ഒരു 4000-ന് താഴെ കുട്ടികൾ അവിടെ 3 ദിവസം വന്ന് തങ്ങി താമസിച്ചു. അവർക്ക് 3 ദിവസം നമ്മൾ അറിവുകൾ പകർന്നു കൊടുത്തു. ഏകദേശം 1 കോടി രൂപ ആളുകൾ സ്പോൺസർ ചെയ്ത് അവിടെ ചെലവഴിച്ചു. ഒന്നുമില്ല, അവിടെ ഭക്ഷണത്തിനും ഓഡിറ്റോറിയത്തിനും വേണ്ടി മാത്രം. ഞാൻ പറയണത്, ആ ക്യാമ്പസിൽ ആ കുട്ടികൾക്ക് കൊടുത്ത അറിവിന് അവർ എഴുതി വെച്ചൊരു 10 ഫീഡ്ബാക്ക് ഫോം എടുത്ത് വായിച്ചാൽ അറിയും ഈ പ്രവർത്തനത്തിൻ്റെ മഹത്വം. അതപ്പം മാത്രമേ മനസ്സിലാവൂ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ഇനിയിപ്പോൾ അത് പ്രൊഫൈസ് നടക്കണം. ആ പ്രൊഫൈസിൻ്റെ വെനുവിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, അവന് വലിയൊരു ഹാർട്ട് ഹോസ്പിറ്റലിൽ അവിടുത്തെ ഒരു സീനിയർ ഡോക്ടറാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല തിരക്കാണെന്ന് എനിക്കറിയാം. ഞാൻ ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചാണ്. നല്ല തിരക്കാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങോട്ടൊരു പറയണം, നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന ഒരു റെസ്റ്റ് ആയിരിക്കും ആ ദിവസം. അത് നിങ്ങൾക്കൊരു റിസോർട്ട് പോയാലും കിട്ടൂല. നിങ്ങളൊന്ന് രാവിലെ വരും, വൈഫും ഡോക്ടറാണ്, വൈഫിനെ കൂട്ടിയിട്ട് ഒന്ന് വരും. നിങ്ങൾ ഒരു ദിവസം അങ്കമാലിയിലൊന്ന് വന്നിട്ട് നിങ്ങൾ ഇരിക്കും. എനിക്ക് വേണ്ടി ഞാൻ ക്ഷണിച്ചു എന്നുള്ള നിലക്കൊന്ന് വരും. അയാളെ വിവാഹവും നിക്കാഹൊക്കെ നടത്തി കൊടുത്തത് ഞാനാണ്. അപ്പോൾ അതൊക്കെ വെച്ചിൻ്റെ ബന്ധം വെച്ചിട്ട് നിങ്ങളൊന്ന് വന്ന് അവിടെ ഇരിക്കും. എനിക്ക് ഉറപ്പുണ്ട്, അയാൾ വന്ന് മനസ്സാന്നിധ്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ അയാൾ എത്രയോ മെഡിക്കൽ കോളേജുകളിൽ, എത്രയോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഒക്കെ പോയി അനേകം അനുഭവങ്ങളുണ്ട്. ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ ചെയ്യുന്ന ആളാണ്, ഒക്കെ കണ്ടത്. പക്ഷേ ആ ഒരു ദിവസം 4 ആയത്തൊന്നും ഹദീസൊന്നും കിട്ടുന്ന ഒരു വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം വേറെ എവിടുന്ന് കിട്ടില്ല സുഹൃത്ത്. അത് അവിടുന്ന് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് നാം അവസരങ്ങൾ ഉണ്ടാക്കണം, നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കണം, നമ്മുടെ ആളുകൾക്ക് അവസരമുണ്ടാക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ഇതുവരെ ഇതുമായി ബന്ധപ്പെടാത്തവർ നിങ്ങൾ ബന്ധപ്പെടുത്തണം. ഇനി നിങ്ങൾക്കിത് ആവശ്യമില്ലെങ്കിലും നിങ്ങൾ അങ്ങനത്തെ ഒരാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റിസ്ക് എടുത്തിട്ട് അടുത്ത ഫോക്കസുകളിൽ നിങ്ങൾ ഉണ്ടാവണം. എന്തായിരുന്നാലും നിങ്ങൾ തീരുമാനിച്ചോളി. നിങ്ങളൊരു പ്രൊഫഷണലാണോ, നിങ്ങളുടെ ഫാമിലിയുമായി നിങ്ങൾ പ്രൊഫൈസിനെത്തണം. അവിടെ നിങ്ങളെ ടീനേജ് കുട്ടികൾക്ക് ആ ടീനേജിൽ വേണ്ടത് കൊടുക്കും. ആരപ്പം അതൊക്കെ ചെയ്യുക? നിങ്ങളുടെ സ്ത്രീകൾക്ക് വേണ്ടത് ഭാര്യമാർക്ക് വേണ്ടത് അവിടുന്ന്, ഭാര്യമാർക്ക് വേണ്ടത് അങ്ങനെ കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടത് തരും. ഫാമിലി അവിടെ ചർച്ചയാകും. ചെറിയ കുട്ടികൾക്ക് വേണ്ട അവിടെ കൊടുക്കും. അവിടെ നിങ്ങൾ മാത്രം വരുന്നൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാനും പോകാനും ഒരു തടസ്സവും നമുക്ക് ഉണ്ടാവരുത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഏതായിരുന്നാലും അതിലേക്ക് നിങ്ങളുടെ എല്ലാ കോൺടാക്ട്സ് ഉപയോഗിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് ക്ഷണിച്ചോളൂ. നമ്മൾ തരുന്ന ഉറപ്പാണ്. അള്ളാഹിൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ അത്രമാത്രം ആ പ്രോഗ്രാം പ്രിപ്പയർ ചെയ്തൊരു നല്ല പരിപാടിയാണ്. കഴിഞ്ഞ പ്രൊഫൈസുകളിലൊക്കെ പങ്കെടുത്തൊരു വ്യക്തി നിലനിൽക്കാണ് ഞാൻ അത്രയും ആത്മവിശ്വാസത്തോടു കൂടെ പറയുന്നത്. അതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താറുള്ളത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പുതിയ ചില തീരുമാനങ്ങൾ എടുക്കാനും പുതിയ ചില മാറ്റങ്ങൾക്കും ഈ ഒരു ഒരുമിച്ച് കൂടൽ കാരണമാവട്ടെ. നമ്മുടെ കുടുംബത്തോടൊപ്പമുള്ള ഈ ആസ്വാദകരമായ ജീവിതം സ്വർഗത്തിലേക്കെത്താനും അനന്തമായ ആ ജീവിതത്തിൽ തുടരാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങൾ അള്ളാഹു നമുക്ക് കൺകുടുംബം പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ